എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയിച്ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമെത്തുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോഴേ ഇന്നലത്തെ വീഡിയോ അങ്ങനെ അങ്ങോട്ട് പോയില്ല. അല്ലേലും നിങ്ങൾ ചിന്തിക്കുമോ അല്ലേലും എന്തോ ചേച്ചിയുടെ വീഡിയോ അങ്ങ് കയറുവാന്നോ. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അങ്ങോട്ട് പോയില്ല. പിന്നെ ഇത് ഇന്നലെയല്ല, ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ, ഞാനെല്ലാം സൂക്ഷിച്ച് വെക്കും, പിന്നെ സമയമാകുമ്പം അത് കാണത്തില്ലെന്ന്. അപ്പം ലത എന്നോട് ചോദിച്ചാൽ ചേച്ചി പൈസ ഇങ്ങനെ മറന്നു പോയിട്ടുണ്ടോയെന്ന്. അതെനിക്ക് പിറ്റേന്ന് ഞാനത് പറയണമെന്നും പറഞ്ഞിരുന്നു. ഞാൻ മറന്നുപോയി. സത്യം, പൈസ അങ്ങനെ എല്ലാ വീട്ടമ്മമാരും കിട്ടുന്നതൊക്കെ ഇത്തിരി എല്ലാം അല്ലേലും കുറച്ചേലും പേര് കുറച്ചൊക്കെ ഒന്ന് നമ്മുടെ വീട്ടു ചിലവിനൊക്കെ തരുന്നതിൽ നിന്ന് ഇത്തിരി മിച്ചം പിടിക്കും. ഞാനങ്ങനെ ചെയ്യും. അങ്ങനെ നേരത്തെ ഇപ്പോഴല്ലേ നമുക്കൊരു വരുമാനം വന്നിട്ടുള്ളത്, നമുക്ക് സ്വന്തമായിട്ട്. മീൻസ് കല്യാണത്തിന് മുമ്പിട്ട് നമ്മൾ ജോലിയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് എന്തിനും നമുക്ക് റേച്ചൻ്റെ അടുത്ത് ചോദിച്ചാൽ റേച്ചൻ തരും. വീട്ടു ചിലവിൻ്റെ ഒരു തുക മാസം തരും. അതിൽ നിന്നൊക്കെ ഞാൻ മിച്ചം പിടിച്ച് വെക്കും. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് എടുക്കും. റേച്ചാൻ അറിയാൻ എൻ്റെ കയ്യിലുണ്ടെന്ന് താനും. അപ്പോൾ ഇങ്ങനെ കള്ളം പറഞ്ഞുള്ള ഒരിതല്ല, നമ്മളത് സൂക്ഷിച്ച് വെക്കുന്നു. അപ്പം എന്താ പറഞ്ഞേ, അപ്പം പിന്നെ ഞാനും ഇങ്ങനെ കിട്ടുന്നതൊക്കെ സൂക്ഷിച്ച് വെക്കുമായിരുന്നേ. അപ്പോൾ ഈ നമ്മുടെ മോദി സർക്കാർ വന്ന സമയത്ത് 500-ൻ്റെ നോട്ട് മാറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ, 500-ൻ്റെ നോട്ട് നിരോധിച്ച ഒരു സമയം. അപ്പം റേച്ച എന്നോടത്ത് ചോദിച്ച് നിൻ്റെ ഈ പൈസ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റത്. അങ്ങനെ മാറ്റി. പക്ഷേ ഒരിടത്തല്ല വെക്കുന്നത്, പലയിടത്തും ഇങ്ങനെ വെച്ചതുകൊണ്ട് ഈ നിരോധിച്ച ഡേറ്റൊക്കെ കഴിഞ്ഞു. ബാങ്കിൽ എല്ലാം കൊടുക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ എന്തോ തപ്പി എണ്ണേ കാണാൻ 500-ൻ്റെ കുറേ നോട്ടെൻ്റെ. അപ്പോൾ എനിക്ക് ഇതുപോലൊരു വിഷമില്ലായിരുന്നില്ല. അത് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലേ, എന്തോ ഇങ്ങനെ ഉറുമ്പരിക്കുന്ന പോലെ വെച്ച് സ്വരൂപിച്ച് വെച്ച് അത് പ്രയോജനമില്ലാതായിപ്പോയി. പിന്നെ റീച്ചാൻ പറഞ്ഞ് നമുക്ക് നോക്കാം, ഒന്ന് ബാങ്കിൽ നോക്കാം, അവർ ചേഞ്ച് ചെയ്ത് തരുമോ എന്ന് അറിയാം. പക്ഷേ ആ സമയമൊക്കെ കഴിഞ്ഞു പോയി. എന്നും ഇപ്പോഴും എൻ്റെ അത് ഇനി ഇപ്പം എവിടാന്നോ എന്തോ ഞാൻ കാണിക്കായിരുന്നു. പക്ഷെ അങ്ങോട്ട് കളയാൻ മനസ്സ് വരുന്നില്ല. എവിടോ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചുരുട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അതിനൊരു വിലയില്ല, എന്നാലും നമുക്കതും കൂടെ എടുത്ത് കളയാനൊരു മനസ്സ് വരുന്നില്ല. അത് ആർക്കും വേണ്ടെങ്കിലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ ചോദിച്ചത് ഞാൻ പിന്നെ ലതയ്ക്ക് കമൻറ്റിൽ കൂടെ ഒരു സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇത്രയും ക്ലിയറായിട്ട് എഴുതാനുള്ള സമയമില്ലായിരുന്നു. അതാ ഞാനിപ്പോൾ വന്ന് പറഞ്ഞത്. നമ്മൾ ഇപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഹണിമൂൺ ഗോവയ്ക്കാണ് പോയത്. അപ്പോൾ റേച്ചാൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം കഴിഞ്ഞ്, അത് മലയാളിയല്ല, തമിഴാണ്. നമുക്ക് ഗോവയ്ക്ക് പോകണേ. ഇവർ രണ്ടും കൂടെ ഞങ്ങൾ 2 ഫാമിലിയാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നെ അവൻ്റെ വൈഫെന്ന് പറയുന്നത് ഭയങ്കര ചിലവാക്കാക്കോ. അപ്പോൾ അവൻ പറയാമെന്നാ റീച്ചാനോട്, ഏടാ നിൻ്റെ വൈഫ് എത്ര നല്ല, എൻ്റെ വൈഫിൻ്റെ എൻ്റെ ATM കാർഡ് കൊടുത്ത് അത് കാലിയാക്കി തരുമെന്ന്. അപ്പോൾ റീച്ചാൻ അന്നേരമൊന്നും നമ്മളിങ്ങനെ ചെയ്യുമെന്നുള്ളതൊന്നും അറിയത്തില്ലല്ലേ. എന്നാലും നമുക്ക് അത് വേണം ഇത് വേണമെന്നുള്ള ഒന്നും ഞാൻ പറയത്തില്ല. അവളാണെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും കയറിയോ എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് എല്ലാം വാങ്ങിച്ചിരിക്കും. നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നതല്ല അമ്മമാരും അങ്ങനെയൊക്കെ ചെയ്താൽ. ഇപ്പം ഒരു വീട് മുന്നോട്ട് പോകുന്നത് ആ വീട്ടിലെ സ്ത്രീയുടെ കയ്യിലാണ്. ഭർത്താക്കന്മാർ കൊണ്ട് പൈസ കൊണ്ട് തരും. മീൻസ് നല്ല സാലറി ഉള്ളവരാണേലും തൂർത്തടിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഇല്ല. പണ്ടുള്ളവർ പറയുന്നേ, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാന്ന് പറയും. അതുപോലെ നമ്മുടെ സമ്പത്തുള്ള സമയത്ത് നമ്മൾ ഇത്തിരി ഇങ്ങനെ സ്വരൂപിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ല. നമ്മൾ കിട്ടുന്നതിനേക്കാൾ ഇരട്ടി നമ്മൾ ചിലവാക്കിക്കൊണ്ടിരുന്നാൽ ഒരു രക്ഷയില്ല, മുന്നോട്ട് പോകത്തില്ല. ഭാര്യയും ഭർത്താവും ചിലവാക്കുന്നവരാണെങ്കിൽ ആ വീട് പോയി. ഭർത്താവ് ചിലവാക്കുന്നതാണെങ്കിൽ ഭാര്യ ഒന്ന് പിടിച്ചൊന്ന് മുറുക്കി പിടിച്ച് നിൽക്കണം.
ഇപ്പോഴത്തെ കാലമൊക്കെ അല്ലേ, എങ്ങനെ നമ്മൾ മുന്നോട്ട് ജീവിക്കും? അതുകൊണ്ട് കിട്ടുന്ന ഇപ്പോൾ 10 രൂപ നമ്മുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ അതൊരു 5 രൂപയോ അല്ലെങ്കിൽ 2 രൂപയിലും നമ്മളത് സൂക്ഷിച്ച് വെക്കാൻ നോക്കുക. നമുക്കത് ചില സമയത്ത് ഞാനിങ്ങനെ ഈ എടുത്ത് വെക്കുന്നതേ പല പ്രാവശ്യം റീച്ചാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോഴേ റീച്ചാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനോ എന്തെങ്കിലും പെട്ടെന്ന് ഒരു എമൗണ്ട് വേണമെങ്കിൽ നമ്മളിതൊക്കെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇത് ഇപ്പം ഞാൻ ഇപ്പോഴെന്നല്ല, ഞാൻ കുഞ്ഞിലേ ഇങ്ങനെ എൻ്റെ സ്വഭാവം ഇതാ. എനിക്കൊരു അന്നൊരു തടിയുടെ ഒരു വഞ്ചിപ്പെട്ടിയായിരുന്നു. അതിൻ്റെ അകത്ത് അമ്മയ്ക്ക് അപ്പൻ കൊടുത്തതാണ്. അത് അമ്മ ഇളകി അതിൻ്റെ ആ എടുക്കാൻ നേരം അതിന് ഇങ്ങനെ ഇടാനുള്ള കിഴുത്തേ ഉള്ളായിരുന്നു. അപ്പം അമ്മയ്ക്കത് എടുക്കണമെങ്കിൽ അമ്മ അത് ആ തടിയുടെ അവിടം പൊട്ടിച്ച്. പിന്നെ അത് ഞാനെന്തോ ചെയ്തെന്നോ, എനിക്കതുപോലുള്ള ഇഷ്ടമായതുകൊണ്ട് പിന്നെ റബ്ബറൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്കത് ഇട്ടത് എത്ര എണ്ണി നോക്കാം, മറ്റേത് എണ്ണി നോക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ഇട്ട് വെക്കുമായിരുന്നു, കൊച്ചിലേ ഇങ്ങനെ വെക്കുമായിരുന്നു. ഞാനാണെങ്കിലും കല്യാണത്തിന് മുമ്പിട്ടൊക്കെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ ചിലപ്പം പാർട്ട് ടൈം അല്ല, ഇപ്പോൾ രാവിലെ നമ്മൾ ഡ്യൂട്ടി ചെയ്തിട്ട് ഉച്ചയ്ക്ക് ആരെങ്കിലും വരാതിരിക്കുവാണെങ്കിൽ നമ്മൾ അവരുടെ ഡ്യൂട്ടിയും കൂടെ ചെയ്യും. അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് അവർ നമുക്കൊരു ഊണും വാങ്ങിച്ചു തരും, ഹോസ്പിറ്റലിലെ വക ഊണ് വാങ്ങിച്ചു തരും. നമ്മുടെ ആ ഒരു ദിവസത്തെ സാലറിയും തരും. അപ്പം ഞാൻ എന്തോ ചെയ്യുമെന്ന് അറിയാമോ, പറയാം എനിക്ക് ഊണ് വേണ്ട, അതിൻ്റെ പൈസ മതിയെന്ന്. അന്നത്തെ കാലത്തൊക്കെ 20-30 രൂപയുള്ളൊരു ഊണിന്. അതായത് ഈ ഷെട്ടി ഒരു ഹോട്ടലുണ്ട്, അവിടെ ഒരു വാട്ടിയിൽ ചോറും കാണും, ഒരു 2-3 പൂരിയും കാണും, ഒരു ഡാൾ കറിയും, എന്തെങ്കിലും ഒരു സബ്ജിയും, പിന്നെ ഒരു ചെറിയൊരു പായസവും കാണും. അത്രയും പിന്നെ അന്ന് 20-30 രൂപയുള്ളായിരുന്നു. അപ്പം ഞാൻ പറയും എനിക്ക് ഫുഡ് എനിക്ക് വാങ്ങിച്ചു തരണ്ട, എനിക്ക് അതിൻ്റെ പൈസ തന്നാൽ മതിയെന്ന്. ഞാൻ ആ പൈസ വാങ്ങിച്ചിട്ട് എന്തോ ചെയ്യുന്നോ, ഞാൻ പിന്നെ 6 മണിക്കൂർ അന്ന് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് രാവിലെ ആണെങ്കിൽ 6 മണിക്കൂർ, ഉച്ചയ്ക്ക് 6 മണിക്കൂർ, നൈറ്റ് മാത്രം 8 to 8. അപ്പോൾ 6 മണിക്കൂർ ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ വരാമല്ലേ. ഞാൻ 2 ബിസ്ക്കറ്റ് അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് പാർലേജി ആയിരുന്നു. അപ്പോൾ അങ്ങനെ പാർലേജി ഒന്നും അങ്ങനെ കഴിക്കാറില്ല. അന്ന് എനിക്ക് ഇപ്പോഴും ചോദിച്ചാൽ എനിക്കിഷ്ടം പാർലേജി തന്നെ, പക്ഷേ ഇപ്പം അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഞാൻ 5 രൂപയോ 10 രൂപയോ പാക്കറ്റ് പാർലേജി വാങ്ങി. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് ചായ ഉണ്ടായിരുന്നു, പിന്നെ രാവിലെ ഒരു ചായ, വൈകിട്ട് ഒരു ചായ, ഓരോ ഡ്യൂട്ടിക്കാർക്കും ചായ. അപ്പോൾ അത് മുഖ്യം അങ്ങനെ ആയിരുന്നു ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അത്രയും ഇപ്പോൾ 10 രൂപ മുടക്കിയാൽ 20 രൂപ എൻ്റെ കയ്യിലിരിക്കുമല്ലേ, അങ്ങനെ ആയിരുന്നു. ഇപ്പോഴും ഞാൻ അങ്ങനെ അങ്ങനെ അധികം ആവശ്യത്തിന് ചിലവാക്കും. അങ്ങനെ അങ്ങ് കഞ്ചൂസ് തരം കാണിക്കത്തില്ല, എല്ലാം ചെയ്യും. പക്ഷേ അങ്ങ് തൂർത്തടി. ഇപ്പം റീച്ച എന്ന് പറയുന്നത് പിള്ളേർക്കിപ്പം ഒരു ചെരുപ്പ് വാങ്ങിക്കുമെന്ന് വെച്ചോ, ചെരുപ്പ് വാങ്ങിക്കുവാണെങ്കിൽ പിള്ളേരെയും കൂടെ പോകുന്നതെന്ന് വെച്ചോ. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പ്രൈസിന് ഷൂവും വാങ്ങിച്ച് അതിൻ്റെ കൂടെ ഒരു ചപ്പലും വാങ്ങിച്ച്. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യം എന്തുമായിരുന്നു? ആ ഷൂ റീച്ചാൻ ചോവന് നോക്കിയെടുക്കാൻ അറിയത്തില്ല. അവനത് 2-3 ഞാൻ കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഈ ഷൂ ചെറുതാ, അവനിടാൻ പറ്റത്തില്ലെന്ന്. നമുക്കൊരു കണക്കുണ്ടല്ലോ. അപ്പം റീച്ചാൻ പറഞ്ഞു, അന്നേരം ഇവനും ഇട്ടിട്ട് പറഞ്ഞു കുഴപ്പമില്ലെന്ന്. ഒരു 2-3 മാസം ഇട്ടപ്പോഴത്തേനും അവൻ പറയാം എനിക്ക് ടൈറ്റാണെന്ന് പറയും. നല്ല പുതിയ ഷൂ, നല്ല വില കൊടുത്ത് വാങ്ങിച്ച ഷൂ. അത് പിന്നെ ഞാൻ അനുവിൻ്റെ ഭായിയുടെ അവൾക്ക് കൊടുത്തു, അവൾക്കുള്ള പരിചയത്തിലുള്ള ആർക്കെങ്കിലും കൊടുക്കുമെന്നും പറഞ്ഞു. സമയം ഇപ്പം ഞാൻ നാട്ടിലൊക്കെ എന്തെങ്കിലും ഇപ്പം മീനൊക്കെ ആണെങ്കിലൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അതുപോലെ കൊണ്ടുവരത്തുള്ളൂ. അല്ലാതെ ഈ ഫാൽത്തുകയുടെ ഈ പിള്ളേർക്കാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും വാങ്ങിക്കുവാണെങ്കിൽ അങ്ങനെ ഫാൽത്തുകയുടെ അങ്ങനെ വാങ്ങിക്കും. ഇപ്പം നമ്മുടെ ആവശ്യത്തിന് വീട്ടിൽ എന്തെങ്കിലും സ്പേസ് ഉണ്ട്, എന്നിട്ടും പിന്നെ സ്പേസ് ഇല്ലെന്നും പറഞ്ഞ് വരിക. ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ നിന്ന് നെയ്യപ്പം കൊണ്ടുവരുന്ന 5 നെയ്യപ്പം എന്ന് പറഞ്ഞാൽ 5 നെയ്യപ്പം കൊണ്ടുവരും. അതേസമയം ഇവർക്ക് എന്തെങ്കിലും ഇങ്ങനെ വാങ്ങിക്കുവാണെങ്കിൽ ഒന്നുകൂടെ വാങ്ങിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിക്കും. അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുണ്ട്. അപ്പം ഞാൻ പറയും നമ്മുടെ ഇങ്ങനെ തൂർത്തടിക്കരുത്, ഇങ്ങനെ ആക്കല്, പലതുള്ളി പെരുവെള്ളം നമ്മൾ പണ്ടുള്ളവർ പറയുന്ന പോലെ നമ്മൾ ചിന്തിക്കും 50 രൂപയല്ലേ അല്ലെ 100 രൂപയല്ലേ, അങ്ങനെ റീച്ചാൻ ചിന്തിക്കുന്നത്. പക്ഷെ പല 50-100 ആകുമ്പോൾ എത്ര രൂപയാവും? അതുകൊണ്ട് ഞാൻ എല്ലാം എഴുതി വെക്കുമ്പോൾ ഒത്തിരിയായി, ഒത്തിരി സമയം, എത്ര മിനിറ്റായി, കണ്ണ് കാണത്ത കേട്ടോ, കണ്ണിപ്പോൾ ഇത്തിരി നിഴലിച്ചുണ്ട് എനിക്ക്. ഓക്കെ, ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവരും നല്ലവരാ. ഞാൻ മാത്രമല്ല, ഇപ്പം ചിലർ പറയും തള്ളുന്നേ വന്ന് പെൺപിള്ള തള്ളുവന്ന് തുടങ്ങിയേന്ന് പറയും. എല്ലാവരും നോക്കിയും കണ്ടും ജീവിക്കുന്നവരാ, ഞാൻ മാത്രമല്ല കേട്ടോ. ഇനി ആരും എന്നെ തള്ളുകാരി എന്നൊന്നും പറയല്ലേ, ജീവിച്ചു പോട്ടെ. ഓഫാവുന്നില്ലേ? ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുക്കർ പാസ്ത ആയിരുന്നു.
അപ്പോൾ ഞാൻ കുക്കറിൽ ഇത്തിരി വെജിറ്റബിൾസ് എല്ലാം ഇട്ട് അടിച്ചതിന് ശേഷം പിന്നെ വഴറ്റിയതിന് ശേഷം പാസ്തയൊക്കെ ഇട്ട് ലാസ്റ്റിലിപ്പം മയോണൈസും ടൊമാറ്റോ സോസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് അടിയിൽ ഇച്ചിരിയും കൂടെ വെള്ളമുണ്ട്, ചൊവ്വിന് ഇത്തിരിയും കൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് കുക്കറിലൊന്നും വേവിക്കേണ്ടി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് അടച്ചു വെക്കും. അപ്പോൾ ആ കുക്കറിൻ്റെ ആവിയിൽ ഉള്ള ചൂടിലിരുന്ന് അതൊന്നുകൂടെ ഒന്ന് ഇത്തിരിയും കൂടെ ഒന്ന് വെന്ത് വരും. ഞാനൊന്ന് അടച്ച് വെക്കട്ടെ ഇച്ചിരി നേരമേ. കഴിഞ്ഞ ദിവസം വാങ്ങിച്ച് ഇങ്ങനെയുള്ള കുഞ്ഞുണി ഇത് പെട്ടെന്ന് പന്നലാവുക. ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ വേണ്ടായിരുന്നല്ല, അന്യായ വില കൊടുത്തിട്ട് കളയാൻ. ഇന്നലെ കൊണ്ടുവന്നേ അത് ഉടനെ നമുക്ക് എടുത്തേ വെക്കത്തുള്ളൂ. അപ്പം ഞാൻ എന്നാൽ അതങ്ങ് ചട്നി വെക്കാമെന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും ഞാൻ ഇങ്ങനെ പ്ലേറ്റിലെടുത്തൊന്ന് തണുക്കാൻ വെക്കട്ടെ. അപ്പോൾ റീച്ചാൻ ഇതൊക്കെ ഇച്ചിണീ മതി, റീച്ചാൻ അത്ര താല്പര്യമില്ല. അപ്പം അതുപോലെ രാവിലെ ഡാഡിക്ക് ഞാൻ ചപ്പാത്തി കൊടുത്തു. ഡാഡി എന്നാലും ഞാൻ ഇച്ചിരി ബൗളിൽ കൊടുക്കുമല്ല കഴിക്കുന്നുണ്ട്. അല്ല രാവിലെ അങ്ങ് ഇത് കൊടുത്തത് കൊണ്ട് പിന്നെ ഇതിനോട് അത്ര താല്പര്യമില്ല. പിന്നെ റേച്ചാനൊരു ഇച്ചിരിയും മതിയെന്ന് പറഞ്ഞു. എല്ലാവർക്കും തണുക്കാൻ വെക്കട്ടെ. പിള്ളേർക്ക് ഞാനിത് കൂടുതലും ചൊവ്വാഴ്ച ദിവസം ഉണ്ടാക്കുന്നത്, ചൊവ്വാഴ്ചയോ വ്യാഴാഴ്ചയോ. കാരണം അവന് ജങ്ക് ഫുഡ് ഡേ അന്നാ പ്രൈസന്. അപ്പോൾ ഇതുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവന് ടിഫിനും കൊടുത്തു വിടാമല്ലേ. ചെയ്യണം. ഡാഡി ഒരു ഹായ് പറഞ്ഞുതരാം എല്ലാവർക്കും. ഡാഡിയുടെ സംസാരമൊക്കെ കേൾക്കണ്ടേ. खाने के बाद में टेंट भी लेने का। ഇത് എനിക്ക് ഇങ്ങനെയൊക്കെ ആക്കാൻ വയ്യ, ഭയങ്കര വേദന. എന്തുവാന്നോ എന്തോ. ഞാൻ പറയാം ഇനി എൻ്റെ കൈ ഇങ്ങനെ ആവുമോന്ന്. ഇന്നലെ തുടങ്ങിയതാ. ഡാഡിയും ഡാഡിയുടെ ബ്രദറും ഇതുപോലായിരുന്നു. നമ്മളെന്തെങ്കിലും ഒന്ന് ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഉടനെ മറുപടിയില്ല, കുറച്ച് നേരം കഴിഞ്ഞേ മറുപടി വരത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വിരലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതാണ് കുറച്ച് നേരം ഒന്നും വേണ്ട. പിന്നെ പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഞാൻ ഡാഡി എന്തെങ്കിലും ഒന്ന്, ഡാഡിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ അറിയത്തില്ല. നിങ്ങളെന്തൊക്കെയോ എന്തോ അറിയാൻ വയ്യാത്തതെന്ന്. ഡാഡി സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് മൊബൈൽ തന്നെ യൂസ് ചെയ്യാൻ പഠിച്ചത്. ആദ്യമായിട്ട് ഡാഡി മൊബൈൽ യൂസ് ചെയ്യുന്നത് എനിക്ക് കല്യാണം കഴിഞ്ഞ് വന്നാൽ എനിക്ക് മൊബൈലുണ്ടായിരുന്നു. അപ്പം ഡാഡിക്ക് മൊബൈലൊന്നും ഇല്ലാഞ്ഞ് ഡാഡി ഇങ്ങനെ തന്നെത്താൻ ഓരോരുത്തരത്തൊക്കെ പോകുമായിരുന്നു, ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി. അപ്പം ഞാൻ എൻ്റെ മൊബൈൽ ഡാഡിക്ക് കൊടുത്ത് ഒരാഴ്ച അത് ഉപയോഗിച്ചുകൊണ്ട് ആരോ മോട്ടിച്ചുകൊണ്ട് പോയി വണ്ടിയിലൊക്കെ ഇരുന്ന സമയത്ത്. അപ്പോൾ അന്ന് മൊബൈൽ പോലും ഉപയോഗിക്കാൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനൊരു ഹായ് പറയാൻ പറഞ്ഞാൽ ഹല്ലേലൂയ പറഞ്ഞത്. അപ്പം എന്തോ പറയേണ്ടിയേ അങ്ങനെ എന്നുള്ളൊരു അങ്ങോട്ട് മനസ്സിലാവത്തില്ല. ഇപ്പം ഈ ന്യൂസ് തന്നെ ഇപ്പോഴാണ് കാണാനൊക്കെ റേച്ചാൻ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ അതുകൊണ്ട് ടൈം പോകുന്നു ഡാഡിക്ക്. ഇപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ആവശ്യമില്ലായിരുന്നു, വാങ്ങിക്കായിരുന്നു. പക്ഷേ അതൊന്നും അവർക്ക് യൂസ് ചെയ്യണമെന്നുള്ളൊരിതില്ലായിരുന്നു. മൊബൈൽ ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ, അങ്ങനെയുള്ളൊരു തിങ്കിങ് ആയിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഇവർക്ക് ടൊമാറ്റോ ചട്നി ഉണ്ടായിരുന്നു അല്ല കൊടുത്തു. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്കൊന്നും കഴിക്കണമെന്ന് തോന്നില്ല. ഞാൻ എന്ത് തന്നോ ഒരു സ്മൂത്തി അല്ലെങ്കിൽ ഒരു ഷേക്ക് പോലെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇത്തിരി ശർക്കര കുറച്ച് ഒരു ഇളം മധുരത്തിന് വേണ്ടി ഇച്ചിരി ശർക്കര സ്വല്പം വെള്ളത്തിലൊന്ന് ഞാൻ ഒന്ന് ചൂടാക്കി, അതൊന്ന് മെൽറ്റായി. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ റാഗി ഞാൻ അന്ന് കഴുകി പൊടിച്ചായിരുന്നല്ലേ, അത് ചേർത്തിട്ടുണ്ട്. ഞാനത് നന്നായി അലിഞ്ഞതിന് ശേഷം തീ ഓണാക്കിയതേ. എന്നിട്ട് അതിൽ തന്നെ റാഗിയുടെ അകത്ത് തന്നെ ഞാനൊരു 3-4 ഈന്തപ്പഴം കുരു കളഞ്ഞ് അതുകൂടി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഞാൻ എൻ്റെ ഐഡിയയ്ക്ക് അങ്ങ് ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് ഇങ്ങനെ ഇതുകൂടെ ഇട്ടടിച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് തന്നെ ഇതുകൂടെ ഈന്തപ്പഴം കൂടെ ഇട്ടിട്ട് അതൊന്ന് തണുത്ത് ഇപ്പം നാണ്ട ഒരു കളറ് കണ്ടോ. ആ റാഗിപ്പൊടിയുടെ ഒത്തിരി അങ്ങ് പൊടി പോലുള്ള അല്ലായിരുന്നു, എൻ്റേത് ഇത്തിരി തരി പോലെ വീണിട്ടുണ്ട്. അതാണ് ഇങ്ങനൊരു കളർ വന്നത്. അപ്പോൾ ഞാനത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അതൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു പഴം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം ഈ പഴം കൂടെ ചേർത്തിട്ട് അപ്പോൾ ഇച്ചിണി ഞാൻ പേരിന് വേണ്ടി ഇച്ചിരി ശർക്കരയെ ചേർത്തുള്ളൂ. പക്ഷേ ഈ ഈന്തപ്പഴവും പഴത്തിൻ്റെയും കൂടെ ആയണേ നല്ലൊരു മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പഴം കൂടെ ഇട്ടിട്ട് അതുകൂടെ ഒന്ന്, പഴം ഒത്തിരി അങ്ങ് അടിച്ചില്ല, ഞാനൊന്ന് പൾസ് ചെയ്തതേ ഉള്ളൂ. പക്ഷേ ഇതിൽ ഫ്രൂട്ട്സൊക്കെ ഇടുവാണെങ്കിൽ കുറേ കൂടെ നല്ല ഇടയ്ക്ക് കടിക്കാൻ
ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെയൊക്കെ. അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് മാത്രം. എന്നിട്ടിപ്പോൾ ഈ മിക്സിയുടെ ജാറിൽ വലിയ ജാർ എടുക്കുകയാണെങ്കിൽ അത് തന്നെ പിന്നെ നമുക്ക് പാലോട് ഒഴിച്ചൊന്ന് ഒന്ന് പൾസ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കൊച്ചു ജാർ എടുത്തത് കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് അതിലിച്ചിരി ഞാൻ തണുത്ത പാലൊന്നും അല്ല എടുത്തത്. ഇത്തിരി കൂടെ ടേസ്റ്റ് വേണ്ടിയവർക്കാണെങ്കിൽ തിളപ്പിച്ച പാല് തണുപ്പിച്ചിട്ട് ഇത്തിരി തണുപ്പായിട്ട് കുടിക്കുമ്പം നല്ലതാണ്. അപ്പം ഞാൻ ഇതാ ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ അങ്ങനെ ഡയറ്റിംഗ് ഒന്നും അല്ല കേട്ടോ ഞാൻ കുടിച്ചത്. അപ്പം ഞാൻ കുടിച്ചിട്ട് പോളിനെ ഒന്ന് വിളിച്ച് ഞാൻ പഴം ഒന്ന് ക്രഷ് ചെയ്തേയുള്ള ഇച്ചിരി ഇടയ്ക്ക് കടിക്കാനായിട്ട്. നല്ല മധുരമൊക്കെ ഉണ്ട്. ഞാൻ പോളിനെ വിളിച്ച് ടേസ്റ്റ് ഒന്ന് നോക്കാൻ കൊടുത്തതാണ്. അപ്പോൾ അത് കണ്ടിട്ട് അവൻ അങ്ങോട്ട് കുടിക്കണമെന്ന് തോന്നിയില്ല. അപ്പോൾ കുടിച്ചിട്ട് പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഞാൻ കുടിക്കാനാ, നിനക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി നാളെ തരാം ഉച്ചക്കത്തെ. അന്നേരം അവൻ പറ ഉച്ചക്കത്തേക്കത് എനിക്ക് വേണ്ട, അല്ലാതെ കുടിക്കാനാ. അവനന്നേരം ഞാൻ തണുത്തതൊന്നും അല്ലല്ലോ ചേർത്തത്. അവനൊരു ഐഡിയ പറയുക തണുത്ത ഫ്രൂട്ട്സൊക്കെ കണ്ടിച്ചിട്ടിട്ട് നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരണോ? ये आप ना ठंडा करना, फ्रोजन फ्रूट्स यूज करो, थिक बनेगा। अच्छा कॉपी करूँ मैं? हाँ ഇവൻ കൊള്ളാല്ല, ഭയങ്കര ബുദ്ധിയാന്നല്ലോടാ നിനക്ക്. എവിടെ എൻ്റെ ആൻസേഴ്സ് ഞാൻ നോക്കുക. നോക്കുക എന്നിട്ട് കോപ്പി അടിക്കാന്ന്. ഒരു വക അറിയത്തില്ലെങ്കിൽ കോപ്പി എഴുതരുത് കേട്ടോ. പിള്ളേരൊക്കെ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ. എനിക്ക് കാണാനില്ല. അയ്യോ ഫുൾ തിൽ ഫുൾ ചാൻ ചാൻ പാനി. താങ്ക് യു. നിർത്ത്. ഞാൻ അവന് ക്വസ്റ്റ്യൻ എഴുതി കൊടുത്തിട്ട് ആൻസർ എഴുതാൻ പറഞ്ഞു. അവൻ എന്തോന്നോ പറഞ്ഞത്, മൊബൈൽ അവൻ എടുത്തോണ്ട് പോയിട്ട് ആ മൊബൈലിനകത്ത് ഇപ്പോൾ അവൻ എടുത്തത് വീഡിയോയിൽ അവിടെ കിടക്കുമല്ലേ, അത് നോക്കി എഴുതട്ടെ എന്ന്. കോപ്പി അതാ ഞാൻ പറഞ്ഞ കോപ്പി ഒരിക്കലും ചെയ്യല്ലെന്ന്. അപ്പോൾ ഇത് വേറൊരു ദിവസത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. ആ ക്ലിപ്പ് ഞാൻ ഇപ്പോൾ ഇത് ഇട്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. എന്നിട്ട് ആ ബെല്ലൈക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കെന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.